വർഷം 1846 കരീബിയൻ കടലിലെ കടൽ കൊള്ളക്കാരുടെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ക്രൂരന്മാരായ കടൽ കൊള്ളക്കാർ മാത്രമേ അന്ന് അവശേഷിച്ചിരുന്നുള്ളൂ. കൊടുങ്കാറ്റുള്ള ഒരു രാത്രി കടൽ കൊള്ളക്കാരുടെ ഒരു കപ്പൽ മത്സ്യബന്ധനത്തിനായി പോയ ഒരു വ്യാപാര കപ്പലിനെ പതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്തെത്തിയതും അതിവേഗം അവർ അതിൽ അതിക്രമിച്ചു കയറി. കൊള്ളക്കാരുടെ വരവിനെ കുറിച്ച് കപ്പലിലെ ഒരു ജീവനക്കാരൻ ക്യാപ്റ്റൻ ബോർഡന് മുന്നറിയിപ്പ് നൽകി. ബോർഡൻ പെട്ടെന്ന് തന്നെ സ്വർണ്ണക്കട്ടികൾ തന്റെ പോക്കറ്റിലാക്കി. തുടർന്ന് തന്റെ ആളുകളോട് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ഉത്തരവിട്ടെങ്കിലും കടൽ കൊള്ളക്കാർ പെട്ടെന്ന് തന്നെ കപ്പൽ ജീവനക്കാരെ കീഴടക്കി. ക്യാപ്റ്റൻ കുറച്ചുപേരെ കൊന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവർ അയാളെയും പിടികൂടി. കടൽ കൊള്ളക്കാരുടെ ക്യാപ്റ്റനായ കോണർ ബോർഡന്റെ മുന്നിലെത്തി തന്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം വർഷങ്ങളായി താൻ തിരയുകയാണെന്ന് വെളിപ്പെടുത്തുന്നു. തന്റെ മുദ്രയുള്ള സ്വർണ്ണക്കട്ടി ഉയർത്തിക്കാട്ടി ഒരു സാധാരണ വ്യാപാരിക്ക് ഇത് എങ്ങനെ കിട്ടിയെന്നും ആരാണിത് നൽകിയതെന്നും കോണർ ചോദിച്ചു. പക്ഷേ അതിന് മറുപടി നൽകാൻ ബോർഡൻ തയ്യാറായില്ല. ക്യാപ്റ്റന്റെ മുറിയിൽ നിന്ന് കിട്ടിയ കടലാസുകൾ പരിശോധിച്ച കപ്പലിന്റെ മാസ്റ്ററായ ലീ കപ്പൽ വരുന്നത് കേമൻ ബ്രാക്ക് എന്ന ദ്വീപിൽ നിന്നാണെന്ന് കണ്ടെത്തുന്നു. ഈ വിവരത്തെ തുടർന്ന് കോണർ ബോർഡനെ തങ്ങളുടെ കപ്പലിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. ഇതിനുശേഷം 6 ദിവസങ്ങൾ കഴിഞ്ഞു. കേമൻ ബ്രാക്ക് എന്ന ദ്വീപ് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നെങ്കിലും ഇപ്പോൾ അവർ സ്വതന്ത്രരാണ്. അവിടെ 59 ദിവസമായി കാണാതായ മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതമായി തിരിച്ചെത്തുന്നതിനായി നാട്ടുകാർ പള്ളിയിൽ ഒത്തുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. പുറത്ത് ബോർഡന്റെ ഭാര്യ ഉർസൽ തീരത്ത് നിന്ന് കടലിലേക്ക് നോക്കി ഭർത്താവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നു. അതേസമയം ബോർഡന്റെ അനിയത്തിയായ എലിസബത്ത് തന്റെ കാമുകനായ വെസ്റ്റണിനെ സ്വീകരിക്കാൻ മുറിയിൽ ഒരുങ്ങുകയായിരുന്നു. വെസ്റ്റൺ ജനാലയിലൂടെ അവളുടെ മുറിയിലേക്ക് കടന്നു വന്നു. അടുത്ത ദിവസം തന്റെ കപ്പൽ യാത്ര തിരിക്കുമെന്നും കൂടെ വരുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തോ എന്നും അവൻ അവളോട് ചോദിച്ചു. താൻ ഇപ്പോഴും ഉറപ്പില്ലാത്ത അവസ്ഥയിലാണെന്ന് എലിസബത്ത് സമ്മതിച്ചു. ആ നിമിഷം ഉർസൽ ഗേറ്റ് തുറന്നപ്പോൾ സമീപത്ത് തൂക്കിയിട്ടിരുന്ന കുപ്പികൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടായി. ഉർസലെങ്ങാനും വന്നാൽ നേരത്തെ അറിയാനായി വെസ്റ്റൻ വെച്ച ഒരു സെറ്റപ്പ് ആയിരുന്നു അത്. ഇത് കേട്ട് ഉർസലിന്റെ മകൻ ഐസക് ഉറക്കമുണർന്ന് പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വെസ്റ്റൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലായ ഉർസൽ എലിസബത്തിന്റെ കിടപ്പുമുറിയിലെ ജനലിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് അടുപ്പത്ത് വെച്ചിരുന്ന ഭക്ഷണം ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് അവൾ കണ്ടത്. അവൾ ഉറക്കെ എലിസബത്തിനെ വിളിച്ച് വഴക്കു പറയാൻ തുടങ്ങി. ശേഷം തന്റെ മകനെ കണ്ട് അവനെ പതുക്കെ കിടക്കയിലേക്ക് കൊണ്ടുപോയി. കപ്പൽ തിരിച്ചെത്തിയോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഇല്ലെന്നും എന്നാൽ അച്ഛൻ ഉടൻ വരുമെന്നും അവൾ അവന് ഉറപ്പു നൽകി. ഇതിനിടയിൽ അടുത്ത ദിവസം വെസ്റ്റണിനൊപ്പം ഓടിപ്പോകാൻ എലിസബത്ത് സമ്മതിക്കുന്നു. പെട്ടെന്ന് ഉർസൽ വാതിലിൽ മുട്ടുന്നു. വെസ്റ്റൺ വേഗത്തിൽ ഒളിക്കുകയും എലിസബത്ത് വാതിൽ തുറക്കുകയും ചെയ്തു. ഐസക്കിന്റെ ജന്മദിനത്തിനായി തയ്യാറാക്കിയ മിഠായികൾ ശ്രദ്ധിക്കാത്തതിന് ഉർസൽ അവളെ വഴക്കു പറഞ്ഞു. എലിസബത്ത് അതിന് മാപ്പ് ചോദിച്ചു. ഉർസൽ വീണ്ടും മിഠായികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒരു കൂട്ടം കടൽക്കൊള്ളക്കാർ ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതറിയാതെ അവർ മൂവരും ചേർന്ന് ആ മിഠായികൾ കഴിച്ചു. അന്ന് രാത്രി ഐസക് കടൽക്കൊള്ളക്കാരെ കുറിച്ചുള്ള പുസ്തകം വായിക്കുന്നത് ഉർസൽ കണ്ടു. തന്റെ ജന്മദിനത്തിന് മുമ്പ് വരുമെന്ന് അച്ഛൻ വാഗ്ദാനം ചെയ്തിരുന്നതായും എന്തോ കുഴപ്പമുണ്ടെന്ന് തനിക്ക് തോന്നുന്നതായും അവൻ അമ്മയോട് പറഞ്ഞു. കടൽ എപ്പോഴും പ്രവചനാതീതമാണെന്ന് പറഞ്ഞ് ഉർസൽ അവനെ ശാന്തനാക്കി. അച്ഛൻ വൈകുകയാണെങ്കിൽ നൽകാനായി ഏൽപ്പിച്ച ഒരു ചെറിയ സമ്മാനം അവൾ അവന് നൽകി. ഒരു കത്തിയായിരുന്നു അത്. ശരിക്കും ആ കത്തി ഉർസലിന്റേതായിരുന്നു. അവൾ ആ കത്തിയെ പറ്റിയുള്ള തന്റെ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. അതുപയോഗിച്ചാണ് പണ്ട് അവൾ തന്നെ പിടിച്ചുകൊണ്ടുപോയ ചില ആളുകളെ കൊന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് അവൾ കുളിക്കുമ്പോൾ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി. മറ്റൊരു മുറിയിൽ എലിസബത്ത് താൻ പോകുകയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് എഴുതുകയായിരുന്നു. അതേസമയം കൊള്ളക്കാർ തീരത്തെത്തുകയും അവർ ആദ്യം വെസ്റ്റണിനെ കാണുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ എലിസബത്ത് ആ കുറിപ്പ് അവിടെ ഉപേക്ഷിച്ച് ഐസക്കിനെ ചുംബിച്ച് യാത്ര പറഞ്ഞ് രഹസ്യമായി അവിടെ നിന്നും ഇറങ്ങി. കുറച്ചു കഴിഞ്ഞ് കുപ്പികൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേട്ടാണ് ഉർസൽ ഉണർന്നത്. അപകടം മണത്ത അവൾ എലിസബത്തിന്റെ മുറിയിലേക്ക് നീങ്ങി. എന്നാൽ അവിടെ എലിസബത്തിന് പകരം തന്റെ വീടിന് നേരെ വരുന്ന കൊള്ളക്കാരെയാണ് അവൾ കണ്ടത്. അവൾ ഉടൻ തന്നെ മുൻവാതിൽ ഭദ്രമാക്കി മകനെ ഉണർത്താൻ ഓടി. തറയ്ക്കടിയിലുള്ള രഹസ്യ അറയിൽ അവനെ ഒളിപ്പിച്ച ശേഷം അവൾ ഒരു റൈഫിൾ കൈക്കലാക്കി വാതിലിന് നേരെ ഉന്നം പിടിച്ചു നിന്നു. പെട്ടെന്ന് ഒരു കൊള്ളക്കാരൻ അകത്തേക്ക് ചാടി വീണത് അവളെ ഒന്ന് അമ്പരിപ്പിച്ചു. എങ്കിലും അവൾ റൈഫിൾ കൊണ്ട് അയാളെ ശക്തമായി അടിച്ചു. സ്കൗട്ട് എന്നു പേരുള്ള മറ്റൊരു കൊള്ളക്കാരൻ ക്രൂരമായ ചിരിയോടെ അകത്തേക്ക് വന്നു. പണം എവിടെയാണെന്ന് അവൻ ചോദിച്ചപ്പോൾ ഉർസൽ ചുവരിലെ ഒരു ചിത്രത്തിന് നേരെ ആംഗ്യം കാണിച്ചു. സ്വർണം എവിടെയാണെന്നാണ് താൻ ചോദിച്ചതെന്ന് അവൻ ദേഷ്യത്തോടെ ആക്രോശിക്കുന്നു. തങ്ങളുടെ പക്കൽ സ്വർണമില്ലെന്ന് ഉർസൽ തറപ്പിച്ചു പറഞ്ഞു. പെട്ടെന്ന് അവൾ അവരിൽ ഒരാളെ വീഴ്ത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ അവളെ പിടികൂടി. സ്കൗട്ട് ഒരു സ്വർണ്ണക്കട്ടി അവരുടെ മുന്നിൽ വെച്ച് ബാക്കി എവിടെയാണെന്ന് ചോദിച്ചു. അവൾ മറുപടി നൽകാത്തതിനെ തുടർന്ന് അവളുടെ മുഖത്തിന് പരിക്കേൽപ്പിക്കാതെ എല്ലുകൾ ഒടിക്കാനും അയാൾ തന്റെ ആളുകളോട് നിർദ്ദേശിച്ചു. അടുത്ത ദിവസം രാവിലെ ക്യാപ്റ്റൻ കോണർ കേമൻ ബ്രാക്കിൽ എത്തുന്നു. ദ്വീപ് സമൂഹത്തിന്റെ നേതാവായ ഗുസ്തോ അയാളെ സമീപിച്ച് ആരാണെന്ന് ചോദിച്ചു. താൻ ക്യാപ്റ്റൻ ഫ്രാൻസിസ്കോ കോണർ ആണെന്ന് അയാൾ പരിചയപ്പെടുത്തി. ആളെ തിരിച്ചറിഞ്ഞതോടെ ഗുസ്തോയുടെ ഭാവം മാറി. അയാളുടെ ഉള്ളിൽ ഇപ്പോൾ പേടി തോന്നി തുടങ്ങി. കടൽ കൊള്ളക്കാർ ഒരു ദ്വീപിലെത്തിയാൽ പിന്നെ അവിടെയുള്ള ആരെയും ബാക്കി വെച്ചേക്കത്തില്ല. ഇതേസമയം ബാക്കി കൊള്ളക്കാരും ദ്വീപിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു. ആ ദ്വീപിന്റെ മറുഭാഗത്ത് വെസ്റ്റനെ വിളിച്ചു നടന്ന എലിസബത്ത് കണ്ടത് അയാളുടെ ജീവനില്ലാത്ത ശരീരമാണ്. പാസ്റ്റർ ബ്രാഡ്ലി കൊള്ളക്കാരെ കണ്ട് ഹാർബർ മാസ്റ്റർക്ക് മുന്നറിയിപ്പ് നൽകി. അയാൾ ശംഖുമുഴുക്കി ജനങ്ങളോട് പള്ളിയിൽ അഭയം പ്രാപിക്കാൻ ആവശ്യപ്പെട്ടു. കോണർ ഒരു കുറ്റവാളിയാണെന്ന് തനിക്ക് അറിയാമെന്ന് ഗുസ്തോ പറഞ്ഞു. ബോർഡന്റെ ഭാര്യ എവിടെയാണെന്ന് കോണർ ചോദിച്ചെങ്കിലും ഗുസ്തോ അതിന് മറുപടി പറയാൻ തയ്യാറായില്ല. കൊള്ളക്കാരെ തടയാൻ ബുൾഡോഗ് എന്ന പീരങ്കി തയ്യാറാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ അവർ വെടിയുതിർക്കുന്നതിന് മുമ്പ് കൊള്ളക്കാർ തിരിച്ചടിക്കുകയും കോണർ ഗുസ്തോയെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ഇതേസമയം ഉർസലിന്റെ വീട്ടിൽ കൊള്ളക്കാർ അവളെ കെട്ടി തൂക്കിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു കൊള്ളക്കാരൻ ഐസക്കിന്റെ ഒളിത്താവളം കണ്ടെത്തുന്നു. തന്റെ സർവ്വ
സർവ്വകരുത്ത് സംഭരിച്ച് കെട്ടുകൾ പൊട്ടിച്ചെഴുന്നേറ്റ ഉറുസൽ 2 കൊള്ളക്കാരെയും അതിവേഗം വധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു കടാര ഉപയോഗിച്ച് അവൾ മറ്റൊരാളെയും വകവരുത്തുന്നു. അങ്ങനെ ഓരോരുത്തരെയായി അവൾ തീർത്തു. അതേസമയം എതിർക്കുന്നവരെല്ലാം കൊന്നൊടുക്കി കോണർ മുന്നേറിക്കൊണ്ടിരുന്നു. മുറിവേറ്റ ഗുസ്തോ പീരങ്കി പ്രവർത്തിപ്പിക്കാൻ അവസാന ശ്രമം നടത്തിയെങ്കിലും കോണർ അയാളെ തടഞ്ഞു. അപ്പോഴേക്കും ബോട്ടിൽ വന്ന കൊള്ളക്കാരെല്ലാം തീരത്തെത്തിയിരുന്നു. ദൂരെ നിന്ന് അവർ വരുന്നത് കണ്ട എലിസബത്ത് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു വീട്ടിൽ കയറി ഒളിക്കുന്നു. ഇതേസമയം ദ്വീപിലെത്തിയ ലീയയും മറ്റുള്ളവരെയും കോണർ സ്വാഗതം ചെയ്യുന്നു. മോഷ്ടിക്കപ്പെട്ട തന്റെ സ്വർണ്ണം മുഴുവൻ തിരിച്ചെടുക്കുന്നതുവരെ ആരും ദ്വീപ് വിട്ടു പോകാൻ പാടില്ല എന്നാണ് അയാൾ പറയുന്നത്. ബ്രിട്ടീഷ് റോയൽ നേവി ഇവിടെ പെട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും അവർ നിങ്ങളെ പിടിക്കുമെന്നും ഗുസ്തോ മുന്നറിയിപ്പ് നൽകി. എന്നാൽ തങ്ങളെ പിടിക്കാൻ ആർക്കും കഴിയില്ലെന്ന് കൊള്ളക്കാർ പരിഹസിച്ചു. ബ്രിട്ടീഷ് നേവിക്ക് അപകട സിഗ്നൽ നൽകുന്ന ദ്വീപിന്റെ സിഗ്നൽ പോസ്റ്റ് എവിടെയാണെന്ന് കോണർ ചോദിക്കുന്നു. ഗുസ്തോ ആദ്യം ചിരിച്ചു തള്ളിയെങ്കിലും ജനങ്ങൾ മുഴുവൻ ഒളിച്ചിരിക്കുന്ന പള്ളിക്ക് നേരെ വെടിവെക്കാൻ കോണർ ഉത്തരവിട്ടതോടെ അയാൾ വഴങ്ങി. ദ്വീപിന്റെ അറ്റത്തുള്ള കുന്നിൻ മുകളിലാണ് സിഗ്നൽ പോസ്റ്റ് എന്ന് അയാൾ വെളിപ്പെടുത്തി. ഉടൻ തന്നെ കോണർ ഒരു പീരങ്കി ഉണ്ട ഉപയോഗിച്ച് ഗുസ്തോയെ കൊലപ്പെടുത്തുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയ സ്കൗട്ട് കോണറെ സമീപിച്ച് അവർ ഉറുസലിനെ കീഴടക്കിയെന്നും എന്നാൽ സ്വർണത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും അറിയിക്കുന്നു. തിരികെ വീട്ടിലെത്തിയ ഉറുസൽ മൃതദേഹങ്ങൾ മൂടിവെക്കുകയും പേടിക്കേണ്ടെന്ന് പറഞ്ഞ് മകനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 3 ദിവസത്തേക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാൻ അവൾ മകനോട് പറയുന്നു. സാധനങ്ങൾ എടുക്കുന്നതിനിടയിൽ ഐസക് നിലത്ത് കിടന്ന ഒരു സ്വർണ്ണക്കട്ടി എടുത്ത് കയ്യിൽ വെച്ചു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഉറുസൽ റൈഫിൾ ഉയർത്തിയെങ്കിലും അത് പാസ്റ്റർ ബ്രാഡ്ലി ആയിരുന്നു. കൊള്ളക്കാർ ഒരു വലിയ സംഘമായി തന്നെ എത്തിയിട്ടുണ്ടെന്ന് അയാൾ അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ ഉറുസലും ബ്രാഡ്ലിയും പണ്ട് കോണറുടെ കീഴിൽ കടൽ കൊള്ളക്കാരായിരുന്നുവെന്നും ഉറുസൽ കോണറുടെ കോ ക്യാപ്റ്റൻ ആയിരുന്നുവെന്നും അപ്പോഴാണ് വെളിപ്പെടുന്നത്. നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ ഉറുസലിന് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ അവളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പോൾ ഉറുസലിന്റെ ഭാവം മാറി. തന്നെ ഒരിക്കലും ക്യാപ്റ്റൻ എന്ന് വിളിക്കരുതെന്ന് അവൾ വളരെ ദേഷ്യത്തോടെ പറയുന്നു. എലിസബത്ത് എഴുതിയ കുറിപ്പ് ഐസക് ഉറുസലിന് നൽകി. വെസ്റ്റണിനൊപ്പം പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന് അവൾ അതിൽ എഴുതിയിരുന്നു. തനിക്ക് സമ്മാനമായി തന്ന കടാര കാണാനില്ലെന്ന് ഐസക് പറഞ്ഞപ്പോൾ ഉറുസൽ അതൊരു കൊള്ളക്കാരന്റെ ദേഹത്ത് നിന്ന് കണ്ടെത്തി അവന്റെ അരയിൽ കെട്ടിക്കൊടുക്കുന്നു. ഉറുസൽ ബ്രാഡ്ലിയോടും ഐസക്കിനോടും വടക്കോട്ട് പോകാനാണ് ആവശ്യപ്പെടുന്നത്. അവിടെ ചന്ദ്രന്റെ ആകൃതിയിലുള്ള അടയാളമുള്ള ഒരു മരം ഉണ്ടാകും. അവിടെ അവർക്ക് ഒരു തോടും കാണാൻ സാധിക്കും. രണ്ടുപേരും അവിടെ കാത്തു നിൽക്കണം. അവൾ എലിസബത്തിനെയും കൂട്ടി അവിടേക്ക് വരും. ശേഷം എല്ലാവർക്കും ഒരുമിച്ച് കുന്നിൻ മുകളിലേക്ക് പോകണമെന്നും അവൾ പറഞ്ഞു. അവിടെ അവർക്ക് കൊള്ളക്കാരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു ഇടമുണ്ട്. കൂടെ വരാൻ ഐസക് കരഞ്ഞപേക്ഷിച്ചെങ്കിലും എലിസബത്തിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് ചോളപ്പാടങ്ങളിലൂടെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുകയായിരുന്ന എലിസബത്തിനെ ആരോ പിന്നിൽ നിന്നും പിടികൂടുന്നു. അത് ഉറുസലായിരുന്നു. കൊള്ളക്കാർ എല്ലാവരെയും കൊന്നുവെന്നും വെസ്റ്റൺ മരിച്ചുവെന്നും എലിസബത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നമുക്ക് ഇനി വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് ഉറുസൽ എലിസബത്തിനോട് പറയുന്നു. പകരം ഐസക്കും ബ്രാഡ്ലിയും കാത്തു നിൽക്കുന്ന അരുവിയിലേക്ക് അവർക്ക് എത്രയും വേഗം പോകേണ്ടതുണ്ട്. അതേസമയം കൊള്ളക്കാർ സ്വർണം തേടി ഉറുസലിന്റെ വീട് അടിച്ചു തകർക്കുകയായിരുന്നു. ഉറുസലിനെ കീഴടക്കിയെന്ന് പറഞ്ഞ സ്കൗട്ടിനെ ലീ പരിഹസിച്ചു. തുടർന്ന് ഉറുസലിനെ കണ്ടെത്താൻ സംഘങ്ങളെ തിരിയാനും അവൾക്കൊപ്പം യാത്ര ചെയ്യുന്ന ആരെയും കൊല്ലാനും അയാൾ ഉത്തരവിട്ടു. ഇതേസമയം കോണർ നിശബ്ദനായി ആ വീട് പരിശോധിക്കുകയായിരുന്നു. ഉറുസലിന് ഒരു മകനുണ്ടെന്നും അവൻ മുടന്തനാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. ഇതേസമയം കാട്ടിലേക്ക് കയറിയ ഐസക്കും ബ്രാഡ്ലിയും ചന്ദ്രക്കലയുടെ അടയാളമുള്ള മരം കണ്ടെത്തുകയും അരുവിക്ക് സമീപം കാത്തു നിൽക്കുകയും ചെയ്തു. വൈകാതെ ഉറുസലും എലിസബത്തും അവിടെ എത്തി. ആ അരുവി നിറയെ ചീങ്കണ്ണികളായിരുന്നു. ഉറുസൽ ഉടനെ തന്നെ ഒരു കുട്ടവഞ്ചിയിൽ എലിസബത്തിനെയും ഐസക്കിനെയും അതിൽ കയറ്റി അക്കരയ്ക്ക് വിട്ടു. പേടിച്ചുകൊണ്ടാണെങ്കിലും അവർ പതിയെ അക്കരെ എത്തി. ശേഷം ഉറുസലും വഞ്ചിയിൽ കയറി അക്കരെ എത്തുന്നു. ഇപ്പോൾ ബ്രാഡ്ലി മാത്രമേ അപ്പുറത്തുള്ളൂ. ഉറുസൽ വഞ്ചി തിരിച്ചയക്കാൻ തുടങ്ങുമ്പോഴേക്കും കോണർ സംഘവും അതേ സ്ഥലത്ത് എത്തിച്ചേരുന്നു. തന്നെ വിട്ടുപോകാൻ ബ്രാഡ്ലി ആംഗ്യം കാണിച്ചു. വിഷമത്തോടെയാണെങ്കിലും ഉറുസൽ അവിടെ നിന്ന് പിൻവാങ്ങി. കോണർ ബ്രാഡ്ലിയെ പഴയ ആ കടൽ കൊള്ളക്കാരന്റെ പേര് ചൊല്ലി വിളിച്ചു. താനിപ്പോൾ ഒരു പാസ്റ്ററാണെന്നും സമാധാനം കണ്ടെത്തിയെന്നും ബ്രാഡ്ലി ശാന്തനായി മറുപടി നൽകി. വേഷം മാറിയാലും ഉള്ളിലെ മനുഷ്യൻ മാറില്ലെന്ന് പറഞ്ഞ് കോണർ അയാളെ പരിഹസിക്കുന്നു. മറുഭാഗത്ത് ഐസക്കിനോടും എലിസബത്തിനോടും കുന്നിൻ മുകളിലേക്ക് പോകാൻ നിർദ്ദേശിച്ച ഉറുസൽ താൻ ഉടൻ എത്തുമെന്ന് ഉറപ്പു നൽകി. അവൾ ഒരു മരത്തിൽ കയറി ബ്രാഡ്ലിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഉറുസൽ എവിടെയാണെന്ന് കോണർ ബ്രാഡ്ലിയോട് ചോദിക്കുന്നു. മറുപടി പറയാൻ വിസമ്മതിച്ച ബ്രാഡ്ലിയെ കോണർ വെടിവെച്ചു കൊന്നു. ദൂരെ മരങ്ങൾക്കിടയിൽ ഉറുസലിനെ കണ്ട കൊള്ളക്കാർ വെടിവെക്കാൻ തുടങ്ങിയെങ്കിലും അവളെയോ മകനെയോ കൊല്ലരുതെന്ന് കോണർ ഉത്തരവിട്ടു. ചില കൊള്ളക്കാർ അരുവിയിലേക്ക് ചാടിയെങ്കിലും അവരെ ചീങ്കണ്ണികൾ കടിച്ചു കൊന്നു. അക്കരെ എത്തിയ ബാക്കിയുള്ളവർ ഉറുസലിനെ പിടിക്കാൻ മുന്നേറി. എന്നാൽ അവൾ അവരെ ഓരോരുത്തരെയും വകവരുത്തി. ഐസക്കിനെയും എലിസബത്തിനെയും ആക്രമിക്കാൻ വന്ന കൊള്ളക്കാരനെ അവൾ പിന്നിൽ നിന്ന് വന്ന് കൊന്നുകളയുന്നു. കോണർ ഉച്ചത്തിൽ ഉറുസലിനെ അവളുടെ പഴയ വിളിപ്പേരായ ബ്ലഡി മേരി എന്ന് വിളിക്കുന്നു. അവൾക്ക് മനോഹരമായ ഒരു കുടുംബമുണ്ടെന്ന് താൻ അറിഞ്ഞുവെന്നും അവൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവർക്ക് അറിയാമോ എന്നും അയാൾ ഉറക്കെ ചോദിക്കുന്നു. നമുക്ക് ഇത് ബിസിനസ് പങ്കാളികളെ പോലെ പറഞ്ഞു തീർക്കാം എന്ന് അയാൾ നിർദ്ദേശിക്കുന്നു. മറുപടിയായി അവന്റെ ആളുകളിൽ ഒരാളുടെ തലയറുത്ത് അവൾ കോണറുടെ കാൽക്കൽ എറിഞ്ഞു. എന്നാൽ അതൊന്നും കണ്ടിട്ട് കുലുങ്ങാത്ത കോർണർ ഒരു കൈമാറ്റത്തിന് തയ്യാറായി. ബോർഡന്റെ ജീവന് പകരമായി തന്റെ സ്വർണം കിട്ടണം. സന്ധ്യാസമയത്ത് തന്റെ കുടിലിൽ വെച്ച് കാണാൻ അയാൾ അവളോട് ആവശ്യപ്പെട്ടു. ഉറുസലും സംഘവും ഇപ്പൊ കാട്ടിലൂടെ നടക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എലിസബത്ത് ചോദിക്കുന്നു. ഈ ദ്വീപിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക്. ഉറുസൽ അതിന് മറുപടി നൽകി. അവർ കുന്നിൻ മുകളിൽ എത്തുകയും അവിടെയുള്ള ഗുഹകൾക്കുള്ളിലേക്ക് ഉറുസൽ അവരെ നയിക്കുകയും ചെയ്തു. അവൾ ഗുഹയ്ക്കുള്ളിൽ ഒരു തിരി കത്തിച്ച് വെളിച്ചം വരുത്തുന്നു. ഗുഹയിലുടനീളം താൻ കെണികൾ ഒരുക്കിയിട്ടുണ്ടെന്നും സൂക്ഷിച്ചു നടക്കണമെന്നും അവൾ എലിസബത്തിന് മുന്നറിയിപ്പ് നൽകി. ശേഷം തറക്കടിയിലുള്ള ഒരു രഹസ്യ അറ തുറന്ന് അവർ താഴെയുള്ള മുറിയിലേക്ക് ഇറങ്ങി. അവിടെ തോക്കുകൾ
തോക്കുകളും അതിജീവനത്തിന് ആവശ്യമായ മറ്റ് സാധനങ്ങളും ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ഐസക്കും എലിസബത്തും അത്ഭുതപ്പെട്ടുപോയി. ആരാണ് ആ ഭീകരൻ? എലിസബത്ത് ചോദിച്ചു. അയാളുടെ പേര് കോണർ എന്നാണ്. പണ്ട് ഈസ്റ്റ് ഇന്ത്യ ട്രേഡിംഗ് കമ്പനിയിലാണ് അയാൾ ജോലി ചെയ്തിരുന്നത്. പിന്നീട് അയാൾ കുപ്രസിദ്ധനായ ഒരു കടൽ കൊള്ളക്കാരനായി മാറിയതാണ്. ഉർസലിന് അയാളെ എങ്ങനെ അറിയാം എന്ന ചോദ്യത്തിന് മുന്നിൽ കുറച്ചു നേരം അവൾ മൗനം പാലിച്ചു. ഒടുവിൽ അവൾ സത്യം തുറന്നു പറഞ്ഞു. കോണർ അവരുടെ കപ്പൽ ആക്രമിക്കുമ്പോൾ ഉർസലും കുടുംബവും കരാർ തൊഴിലാളികളായിരുന്നു. വെറും 12 വയസ്സുള്ളപ്പോഴാണ് അയാൾ അവളെ തട്ടിക്കൊണ്ടുപോയത്. ഒരു കൊച്ചു പെൺകുട്ടി എങ്ങനെയാണ് കടൽ കൊള്ളക്കാരുടെ കപ്പലിൽ വളർന്നതെന്ന് എലിസബത്തിന് വിശ്വസിക്കാനായില്ല. എനിക്ക് മറ്റൊരാളായി മാറേണ്ടി വന്നു, ഉർസൽ പറഞ്ഞു. ബ്ലഡി മേരി, എലിസബത്ത് പതുക്കെ മന്ത്രിച്ചു. ബോർഡന് ഈ സത്യങ്ങളെല്ലാം അറിയാമായിരുന്നോ എന്ന ചോദ്യത്തിന് ഉർസൽ അതെ എന്ന് തലയാട്ടി. അപ്പോൾ ഐസക് വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണക്കട്ടിലെ അടയാളം അവർക്ക് കാണിച്ചു കൊടുത്തു. അത് കോണറുടെ വ്യക്തിപരമായ അടയാളമാണെന്നും അത് മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ ഇരിക്കേണ്ടതായിരുന്നുവെന്നും ഉർസൽ പറഞ്ഞു. എന്തിനാണ് ബോർഡൻ അത് എടുത്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങളൊരു കുറ്റവാളിയാണോ എന്ന് എലിസബത്ത് ഭയത്തോടെ ചോദിച്ചപ്പോൾ ഉർസൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഈ കുറ്റവാളി മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ ഏക പ്രതീക്ഷ. അതേസമയം ഉർസലിന്റെ കുടിലിൽ അവൾ ഇത്രയധികം കൊള്ളക്കാരെ വധിച്ചത് വിശ്വസിക്കാൻ സ്കൗട്ടിന് കഴിഞ്ഞില്ല. എന്നാൽ ലീ അവനെ തിരുത്തി. നീ നിന്റെ അമ്മയുടെ കൂടെ ഇരുന്ന കാലത്ത് അവൾ ഒരു യഥാർത്ഥ ഭീകരയായിരുന്നു. കോണറുടെ കൂടെ സ്വന്തമായി കപ്പൽ നയിച്ചിരുന്നവൾ. ഒടുവിൽ അവൾ അയാളെ കുത്തി മുറിവേൽപ്പിക്കുകയും സ്വർണവുമായി അപ്രത്യക്ഷമാവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ലീ കോണറോട് നമ്മുടെ ദൗത്യം സ്വർണം വീണ്ടെടുക്കുന്നത് തന്നെയാണോ എന്ന് ചോദിക്കുന്നു. കോണർ അതിന് അതെ എന്ന് മറുപടി നൽകി. പ്രതികാരത്തിന് വേണ്ടി സ്വന്തം ആളുകളെ ഇങ്ങനെ കുരുതി കൊടുക്കരുതെന്ന് ലീ കോണർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ സമയം ഗുഹയിൽ വെച്ച് ഐസക് കൗതുകത്തോടെ ഒരു ബോംബ് എടുത്ത് കളിക്കുന്നത് കണ്ട് ഉർസൽ അവനെ വഴക്ക് പറയുന്നു. രണ്ടുപേരോടും പുറത്തേക്ക് പോകാൻ പറഞ്ഞതിന് ശേഷം തന്റെ പഴയ കടൽക്കൊള്ളക്കാരന്റെ വേഷം ധരിക്കുകയും ആയുധങ്ങൾ അണിയുകയും ചെയ്തു. ഐസക്കിനോടും എലിസബത്തിനോടും യാത്ര പറഞ്ഞ് താൻ വരുന്നത് വരെ ഒന്നും തുടരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചു. തന്റെ വീടിന്റെ അടുത്തുള്ള കിണറിലേക്ക് നയിക്കുന്ന രഹസ്യ വഴിയിലൂടെ അവൾ അങ്ങോട്ടേക്ക് തിരിച്ചു. കോണറിന്റെ ദേഹത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉർസൽ നൽകിയ ഒരു മുറിപ്പാടുണ്ട്. അയാൾ അവിടെ മറിയം എന്ന് ടാറ്റു ചെയ്ത് വച്ചിട്ടുമുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞ് കോണർ ബോർഡന്റെ അടുത്തെത്തുന്നു. ഉർസൽ ഇതുവരെ നിന്റെ എത്ര ആളുകളെ കൊന്നു എന്ന് ബോർഡൻ പരിഹാസത്തോടെ ചോദിച്ചു. അവൾ കരുത്തിയായ പോരാളിയാണെന്ന് കോർണർ സമ്മതിക്കുന്നു. അതുകൊണ്ടാണോ അവൾ നിന്നെ കുത്തി വീഴ്ത്തിയത് എന്ന് ബോർഡൻ ചോദിച്ചപ്പോൾ തങ്ങൾ എല്ലാ അർത്ഥത്തിലും പങ്കാളികളായിരുന്നുവെന്നും അവളുടെ പ്രവൃത്തി തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് കോണർ പറയുന്നു. ഉർസൽ ഇതുവരെ നിനക്ക് സത്യം പറഞ്ഞു തന്നില്ലേ എന്ന് അയാൾ ചോദിച്ചു. ഇത് കേട്ട് ബോർഡൻ വിശ്വസിക്കാനാവാതെ അയാൾ നോക്കി നിൽക്കുന്നു. ഈ സമയം ഗുഹയിൽ ഐസക്കും എലിസബത്തും ഉർസലിന്റെ സാധനങ്ങൾക്കിടയിൽ പരതുകയായിരുന്നു. പുറത്ത് ഉർസൽ തന്റെ കുടിലിന് ചുറ്റുമുള്ള കൊള്ളക്കാരെ നിരീക്ഷിച്ചു. പെട്ടെന്ന് അവൾ ഒരു ബോംബ് അവർക്കിടയിലേക്ക് എറിയുകയും ഓരോരുത്തരെയും വകവരുത്തുകയും ചെയ്തു. ഒടുവിൽ ബോർഡന്റെ അടുത്തെത്തിയ അവൾ അവനെ കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു. ഐസക്കിനെ കുറിച്ച് ബോർഡൻ ചോദിച്ചപ്പോൾ അവർ സുരക്ഷിതരാണെന്ന് അവൾ ഉറപ്പു നൽകി. ഐസക്കിന്റെ കാലിലെ അസുഖം ഭേദമാക്കാൻ വേണ്ടിയുള്ള പണം കണ്ടെത്താനാണ് താൻ ആ സ്വർണം എടുത്തതെന്ന് ബോർഡൻ കുറ്റസമ്മതം നടത്തി. അതോടെ ഉർസലിന്റെ ദേഷ്യം മാറി. അവൾ അവനോട് ക്ഷമിക്കുകയും ചെയ്തു. ഇതേ സമയം പുറത്ത് ഒരു കാവൽക്കാരൻ അടുത്തയാളുടെ ലൊക്കേഷൻ അറിയാൻ ചൂളം വിളിച്ച് സിഗ്നൽ കൊടുത്തെങ്കിലും മറുപടി ഒന്നും ഉണ്ടായില്ല. ഇതോടെ കോണർക്ക് ഉർസൽ അടുത്തുള്ളതായി മനസ്സിലാവുകയും ലീ എല്ലാവരോടും അവളെ തിരയാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. കോണറുടെ കയ്യിലാണ് ചങ്ങലയുടെ താക്കോലുള്ളത് എന്ന് ബോർഡൻ പറഞ്ഞു. ഉർസലിന്റെ ഭൂതകാലത്തെക്കുറിച്ച് അവൻ ചോദിച്ചപ്പോൾ അന്ന് ചെയ്തതെല്ലാം അതിജീവിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് അവൾ മറുപടി നൽകുന്നു. അപ്പൊ ബോർഡൻ പറയും അത് നമ്മൾക്കിടയിലുള്ള ബന്ധത്തെ മാറ്റില്ലെന്ന്. പുറത്ത് ആരോ വരുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ബോർഡന്റെ കയ്യിൽ ഒരു കത്തി നൽകിയിട്ട് താൻ പോയി ഇടപാട് നടത്താമെന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയ ഉർസലിനെ കൊള്ളക്കാർ വളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ലീയോട് അവൾ ശാന്തമായി സംസാരിച്ചു. താൻ ഇപ്പോൾ ക്വാർട്ടർ മാസ്റ്റർ ആണെന്ന് ലീ അഭിമാനത്തോടെ പറഞ്ഞു. അവൻ ഉയർച്ച പ്രാപിക്കുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്ന് ഉർസൽ അതിന് മറുപടി നൽകുന്നു. ഒരു കൊള്ളക്കാരൻ മുന്നോട്ട് വന്നതും ഉർസൽ ഒട്ടും മടിക്കാതെ അയാളെ വീഴ്ത്തി. താൻ വീടിന് ചുറ്റും വച്ചിട്ടുള്ള ബോംബുകൾ പൊട്ടിക്കുമെന്ന് അവൾ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി. ഒരു പരിഹാസച്ചിരിയോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കോണർ തന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വർണം വേണോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അയാൾ തലയാട്ടി. അപ്പോൾ ഉർസൽ കിണറ്റിലെ കയർ തിരിച്ചതും ആഴങ്ങളിൽ നിന്ന് സ്വർണ്ണപ്പെട്ടി ഉയർന്നു വന്നു. ഇതിനു പകരം കോണർ ബോർഡനെ മോചിപ്പിച്ചു. എന്നാൽ തങ്ങൾക്കിടയിൽ ഒരു കണക്ക് കൂടി തീർക്കാനുണ്ടെന്നും നിന്റെ വഞ്ചനയ്ക്ക് മറുപടി വേണമെന്നും കോണർ പറഞ്ഞു. തനിക്ക് അവകാശപ്പെട്ടത് മാത്രമാണ് താൻ എടുത്തതെന്ന് അതിന് ഉർസൽ മറുപടി നൽകി. ഒരു ഇംഗ്ലീഷുകാരന്റെ വേശ്യാലയത്തിൽ അടിമയായി കഴിയേണ്ടിയിരുന്ന നിന്നെ താനാണ് രക്ഷിച്ചതെന്നും ശക്തയാക്കിയതെന്നും കോണർ ഓർമ്മിപ്പിച്ചു. എന്നിട്ടും നീ എന്നെ കുത്തി മുറിവേൽപ്പിച്ച് സ്വർണവുമായി കടന്നു കളഞ്ഞു. ക്ഷമിക്കണം, നിന്റെ ഹൃദയത്തിന് നേരെയായിരുന്നു ഞാൻ ലക്ഷ്യം വെച്ചത് എന്നായിരുന്നു അതിന് ഉർസൽ മറുപടി നൽകിയത്. പെട്ടെന്ന് ബോർഡൻ ഒരു കത്തി ഉപയോഗിച്ച് കോണറെ ആക്രമിച്ചു. അതേസമയം അവളാണെങ്കിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചു കളഞ്ഞു. ലീ തന്റെ ആളുകളോട് വേഗം സ്വർണ്ണം എടുക്കാൻ പറയുന്നു. ഉർസലും ലീയും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. അതിനിടയിൽ ബോർഡൻ കോണറോട് പരാജയപ്പെടുന്നത് കണ്ട് അവൾ നിലവിളിച്ചുകൊണ്ട് താൻ കീഴടങ്ങാമെന്നും അവനെ വിടണമെന്നും അപേക്ഷിച്ചു. എന്നാൽ കോണർ അത് കേൾക്കാതെ തന്റെ വാൾ ബോർഡന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ബോർഡൻ മരിച്ചു വീണത് കണ്ട് ഉർസൽ അലറി വിളിച്ചു. കോണർ പതിയെ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പിന്നിലോട്ട് നീങ്ങിയ ഉർസൽ പെട്ടെന്ന് തന്റെ വാളെടുത്ത് അയാളെ ആക്രമിച്ചു. പക്ഷെ ആ വെട്ടുതെടുത്ത കോണർ അവളെ പെട്ടെന്ന് തന്നെ നിരായുധയാക്കി. എന്തുകൊണ്ടാണ് നീ എന്നെ വഞ്ചിച്ചതെന്ന് അയാൾ ചോദിച്ചു. നിനക്ക് ആ സ്വർണവും എടുത്ത് പോകാമായിരുന്നില്ലേ? സ്വർണം തന്റെ ആളുകൾക്ക് വേണ്ടിയാണെന്നും എന്നാൽ തനിക്ക് വേണ്ടത് നിന്റെ തലയ്ക്ക് പ്രഖ്യാപിച്ച പാരിതോഷികമാണെന്നും കോണർ പറയുന്നു. പെട്ടെന്ന് അവൾ സ്വർണ്ണപ്പെട്ടിയുമായി ബന്ധിപ്പിച്ച മറ്റൊരു ബോംബ് പൊട്ടിച്ചു. അങ്ങനെ ആ സ്വർണം മുഴുവൻ പൊട്ടിത്തെറിച്ച് നശിച്ചു പോകുന്നു. പക്ഷെ ആ വലിയ സ്ഫോടനത്തിൽ നിന്ന് അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇതേസമയം ഗുഹയിൽ വെച്ച് പഴയ കത്തുകളിൽ നിന്ന് എലിസബത്ത് ആ സത്യം മനസ്സിലാക്കി. ഉർസൽ സ്വർണവുമായി ഒളിവിൽ കഴിയുമ്പോഴാണ് ബോർഡനെ കണ്ടുമുട്ടിയതെന്നും ഉർസൽ എന്നത് അവളുടെ
അവളുടെ യഥാർത്ഥ പേരില്ലെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആ കത്തിൽ വേറെ ഏതോ ഭാഷയിൽ അവളുടെ യഥാർത്ഥ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ മറിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴേക്കും മുറിവേറ്റ നിലയിൽ ഉർസൽ ഗുഹയിൽ തിരിച്ചെത്തുന്നു. അതേസമയം ലീ കടുത്ത ദേഷ്യത്തിലായിരുന്നു. തന്റെ മകന്റെ മരണത്തിന് കാരണം ആ സ്ത്രീയോടുള്ള കോണറുടെ ഭ്രാന്തമായ ആവേശമാണെന്ന് അയാൾ കുറ്റപ്പെടുത്തുന്നു. തങ്ങൾക്ക് ഇപ്പോൾ സ്വർണവും ബൗണ്ടിയും ഒരുപോലെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദ്വീപ് വിട്ടുപോകാൻ തയ്യാറെടുക്കാൻ ലീ തന്റെ ആളുകളോട് ഉത്തരവിടുന്നു. ഒട്ടുമടിക്കാതെ കോണർ പ്രതികരിച്ചു. അവൻ ലീയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. തുടർന്ന് തന്റെ സംഘത്തിന് നേരെ തിരിഞ്ഞ് അയാൾ സംസാരിക്കാൻ തുടങ്ങി. ബ്ലഡി മേരിയുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ തങ്ങളുടെ ക്വാർട്ടർ മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടില്ല. കടൽ കൊള്ളയുടെ സുവർണകാലം അവസാനിക്കുകയാണ്. ഒരു കാലത്ത് തങ്ങൾ സമുദ്രങ്ങൾ ഭരിച്ചിരുന്നു. രാജാക്കന്മാർക്ക് വേണ്ടി തിരമാലകളെ രക്തം കൊണ്ട് ചുവപ്പിച്ചവരും കോളനികൾ പടുത്തുയർത്തിയവരും സ്വന്തം യജമാനന്മാരെ ജീവിച്ചവരും ഇന്ന് വെറും കുറ്റവാളികളെ പോലെ വേട്ടയാടപ്പെടുകയാണ്. പിന്നീട് 3 സാമ്രാജ്യങ്ങൾ പുറപ്പെടുവിച്ച ഒരു വിളംബരം അവൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ബ്ലഡി മേരിയെ പിടികൂടുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുമെന്ന വാഗ്ദാനമായിരുന്നു അത്. അവളിലൂടെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാമെന്ന് അവൻ അവരോട് പറയുന്നു. ഇത് കേട്ട നാവികർ ആവേശത്തോടെ ആർപ്പ് വിളിക്കുന്നു. പിന്നീട് കിണറിനടിയിലുള്ള ഒരു രഹസ്യപാതയെക്കുറിച്ച് സ്കൗട്ട് കോണറെ അറിയിക്കുന്നു. അത് അവരുടെ രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കാം എന്നവർ മനസ്സിലാക്കുന്നു. ഗുഹകളിൽ വെച്ച് എലിസബത്ത് ഉർസിലിന്റെ മുറിവുകൾ ശ്രദ്ധയോടെ വൃത്തിയാക്കി കെട്ടുന്നു. വിറക്കുന്ന ശബ്ദത്തോടെ ബോർഡ് മരിച്ച വിവരം ഉർസിൽ അവളോട് പറയുന്നു. തുടർന്ന് താൻ കണ്ടെത്തിയ കാര്യം എലിസബത്ത് വെളിപ്പെടുത്തുന്നു. ഉർസിൽ എന്നത് അവളുടെ യഥാർത്ഥ പേരല്ലെന്ന്. കോണർ അവളിൽ നിന്ന് അവളുടെ പേര് ഉൾപ്പെടെ എല്ലാം തട്ടിയെടുത്തു. അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഉർസൽ പറയും, അതൊക്കെ ശരിയാണ്, പക്ഷെ കടൽ കൊള്ളക്കാർ ഉടൻ ഗുഹയിലെത്തും. ദ്വീപ് ആക്രമിക്കപ്പെട്ട കാര്യം ബ്രിട്ടീഷ് നാവികസേനയെ അറിയിക്കണമെങ്കിൽ കുന്നിൻ മുകളിൽ തീ കത്തിച്ച് അവർക്ക് അറിയിപ്പ് കൊടുക്കണം. എന്നാലും അവർക്ക് ദ്വീപിലെത്താൻ കുറെ സമയമെടുക്കും. അതിനാൽ സൂര്യോദയം വരെ അവർക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ഉർസലും മറ്റുള്ളവരും ചേർന്ന് ഗുഹയിലുടനീളം കെണികൾ ഒരുക്കുന്നു. ഇതിനിടെ കോണർ സംഘവും കിണറിനടിയിലെ രഹസ്യപാതയിലൂടെ അവിടെ എത്തുന്നു. വള്ളിയിലെ രക്തം കണ്ട് ഉർസിൽ അകത്തുണ്ടെന്ന് അവർ ഊഹിക്കുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചെറിയ ബോട്ടിൽ കയറി വലിയ ദ്വീപിലേക്ക് പോകണമെന്ന് ഉർസിൽ ഐസക്കിനോടും എലിസബത്തിനോടും പറയുന്നു. ശേഷം അവൾ അകത്ത് വാതിൽ പൂട്ടി പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. കൊള്ളക്കാർ ഗുഹക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറുന്നു. ഒരാൾ വിഞ്ച് തിരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ വെടിയേറ്റ് വീഴുന്നു. മറ്റുള്ളവർ ഉർസിലിന്റെ സ്ഥാനം കണ്ടെത്തി വെടിയുതിർക്കുന്നു. അവർ മുന്നേറുന്നതിനിടെ എലിസബത്ത് ഒരു കെണി പ്രവർത്തിപ്പിക്കുകയും വലിയൊരു സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അവൾ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങി. കോണറും തിരിച്ച് വെടിവെക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അവന്റെ പക്കലുള്ള ഉണ്ടകൾ തീരുന്നു. എല്ലാം നിശബ്ദമായപ്പോൾ എലിസബത്ത് ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ സ്കൗട്ട് അവളെ ആക്രമിക്കുന്നു. ഐസക്ക് അവളെ രക്ഷിക്കാൻ ഇടപെടുന്നു. ഓടിപ്പോകാൻ എലിസബത്ത് അവനോട് പറയുന്നുണ്ടെങ്കിലും സ്കൗട്ട് അവളെ പിടികൂടുന്നു. പിടിവലിക്കിടയിലും മറ്റൊരു കെണി കൂടി പ്രവർത്തിപ്പിക്കാൻ അവൾക്ക് കഴിയുന്നു. എഴുന്നേറ്റ എലിസബത്ത് സ്കൗട്ടിന്റെ കയ്യിലുണ്ടായിരുന്ന മാല പിടിച്ചു വാങ്ങിക്കൊണ്ട് അതൊരിക്കലും അവന്റേതല്ലെന്ന് പറയുന്നു. ആ മാല അയാൾ ബോർഡന്റെ കയ്യിൽ നിന്ന് എടുത്തതായിരുന്നു. മറ്റൊരു വശത്ത് ഉർസിൽ അവശേഷിച്ച കടൽ കൊള്ളക്കാരെയും വകവരുത്തുന്നു. ഒടുവിൽ കോണർ നേരിട്ടപ്പോൾ അവൾ തിരിഞ്ഞോടുന്നു. പുറത്ത് ഐസക്ക് ബോട്ട് കടലിലേക്ക് തള്ളി നീക്കുന്നത് എലിസബത്ത് കാണുന്നു. ഉർസിൽ തീ കൊളുത്തിയെന്ന് അവൻ വിളിച്ചു പറയുന്നു. എന്നാൽ അവർക്കറിയാത്ത കാര്യം അത് കൊളുത്തിയത് കോണർ ആയിരുന്നു എന്നതാണ്. ബ്രിട്ടീഷ് നാവികസേന പുക കണ്ടുവരുമ്പോൾ ഈ ദ്വീപ് ഒരു കുപ്രസിദ്ധ കുറ്റവാളിക്ക് അഭയം നൽകുകയായിരുന്നുവെന്നും അവളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിനിടയിൽ തന്റെ ധീരരായ നാവികർ കൊല്ലപ്പെട്ടുവെന്നും അവർ കരുതാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്തതെന്ന് അവൻ ഉർസിലിനോട് പറയുന്നു. ഇരുവരും തമ്മിൽ ഒരു മുട്ടൻ പോരാട്ടം ആരംഭിക്കുന്നു. കീഴടങ്ങാൻ കോണർ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അതിന് വിസമ്മതിച്ചു. കോണർ ഉർസിലിനെ കൊല്ലാൻ വാളുയർത്തുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്ന എലിസബത്ത് കോണർക്ക് നേരെ വെടിയുതിർക്കുന്നു. ഒരു നിമിഷം അവൻ പതറിപ്പോയപ്പോൾ ആ അവസരം മുതലെടുത്ത് ഉർസിൽ ഒരു വാളെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നു. തളർന്നു വീഴുമ്പോൾ അവൻ എന്റെ മേരി എന്ന് മന്ത്രിക്കുന്നു. അവൻ മരിച്ചു വീണതും എലിസബത്ത് ഓടിയെത്തി ഉർസിലിനെ കെട്ടിപ്പിടിക്കുന്നു. ഒടുവിൽ തന്റെ യഥാർത്ഥ പേര് മറിയം എന്നാണെന്ന് ഉർസിൽ വെളിപ്പെടുത്തുന്നു. കടലിൽ ബോട്ടിനുള്ളിൽ വെച്ച് ഐസക്ക് സ്വർണം നിറഞ്ഞ ആ പെട്ടി കണ്ടെത്തുന്നു. ഇതേസമയം ബ്രിട്ടീഷ് നാവികസേന അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.